ഹലോ വെൽക്കം ബാക്ക് ടു ദി സീരീസ് നമ്പർ 6. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിന് നേരെ നടക്കുന്നതായി കണ്ടുവരുന്ന ഒഫൻസുകൾ ഏതൊക്കെയാണ്? ഒരു മനുഷ്യ ശരീരത്തിനോട് കാണിക്കാൻ പറ്റുന്ന ഒഫൻസുകൾ ഏതൊക്കെയാണ്? അത് ചെയ്താലുള്ള പണിഷ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ മർഡർ വേഴ്സസ് കൾപ്പബിൾ ഹോമിസൈഡ്, കൊലപാതകത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനഃപൂർവ്വം ചെയ്യുന്ന കൊലപാതകം, മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്ന നരഹത്യ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ശിക്ഷ എത്രത്തോളം കുറഞ്ഞു കിട്ടും? മനഃപൂർവ്വം ചെയ്യുന്ന കൊലപാതകത്തിന്റെ ശിക്ഷ എന്താണ്? മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്ന കൊലപാതകത്തിന്റെ ശിക്ഷ എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. BNSന്റെ സെക്ഷൻ 101 മനഃപൂർവ്വം ചെയ്യുന്ന കൊലപാതകത്തിനെ പറ്റി പറയുന്നത്. 102 പറയുന്നുണ്ട്, 103 പറയുന്നുണ്ട്, ഒരാള് മനഃപൂർവ്വം കൊലപാതകം നടത്തിയാൽ, അതായത് എനിക്ക് അവനെ കൊല്ലണം എന്ന ഇന്റൻഷനോട് കൂടി, മാനസിക താല്പര്യത്തോടു കൂടി ഒരാള് മറ്റൊരാളെ വധിച്ചു കളഞ്ഞാൽ, ഞാൻ അവരെ ഇടിച്ചു, അപ്പൊ അവൻ മരിച്ചുപോയി, ഞാൻ അവനെ കൊല്ലണം എന്ന് വിചാരിച്ചതല്ല, ഒരു ഇടി കൊടുത്തതാണ്, പക്ഷെ മരിച്ചുപോയി, അതല്ല കേട്ടോ. മനഃപൂർവ്വം അവൻ ചാവണം എന്ന് തന്നെ വിചാരിച്ച് ഞാൻ ചവിട്ടി, അത്രത്തോളം വലിയ ചവിട്ടാണ് ചവിട്ടിയത്, എനിക്കറിയാം ആ ചവിട്ട് കിട്ടിയ അവൻ ചാവും, അങ്ങനെയാണ് നമ്മൾ അവരെ കൊന്നതെങ്കിൽ, അത്തരം കൊലപാതകങ്ങൾ ചെയ്താൽ കിട്ടുന്ന പണിഷ്മെന്റ് ഒന്നുകിൽ തൂക്കുശിക്ഷ കൊടുക്കാം. തൂക്കുശിക്ഷ കൊടുക്കാൻ പറ്റുന്നത് വളരെ ചെറിയ ഒഫൻസ്, വളരെ കുറച്ച് ഒഫൻസുകൾക്ക് മാത്രമാണ്, ചെറുതല്ല, കുറച്ച് ഒഫൻസുകൾക്ക് മാത്രമാണ്. അതിലൊന്നാണ് മർഡർ. കൊലപാതകം നടത്തിയാൽ അവനെ തൂക്കിക്കൊല്ലാം. പക്ഷെ ഇന്ത്യയിൽ അതിനെ കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. റെയറസ്റ്റ് ഓഫ് ദി റെയർ, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കൊലപാതകങ്ങൾക്ക് മാത്രമേ ഈ തൂക്കുശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. എന്താണ് ഈ അപൂർവങ്ങളിൽ അപൂർവം എന്നത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തേതാണ് ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ്. തൂക്കുശിക്ഷ കൊടുക്കാം, അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷിക്കാം, ഒപ്പം ഫൈനും കൊടുക്കാം. അപ്പൊ ഇത്ര രൂപ ഫൈൻ അടച്ചിട്ട് ജീവപര്യന്തം ജയിലിൽ കിടന്നോളാൻ പറയാം. അപ്പൊ ഇതാണ് മനഃപൂർവ്വം കൊലപാതകം നടത്തിയാലുള്ള ശിക്ഷ. ഇനി വേറൊന്നുണ്ട്, മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്ന കൊലപാതകങ്ങൾ. വിച്ച് മീൻസ് ഞാൻ എന്റെ കൂട്ടുകാരന്റെ തലക്കിട്ട് നല്ലൊരു അടി അടിച്ചു, ദേഷ്യം വന്നപ്പോ അടിച്ചതാണ്. എനിക്കറിയില്ലായിരുന്നു, തലക്ക് സാധാരണ അടിച്ചാൽ ഒരാൾ മരിക്കാറുണ്ടോ? തലക്ക് അടിച്ചു കഴിഞ്ഞാൽ കൂടി വന്ന ബോധം പോകും, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ റിക്കവർ ആവലാണ് പതിവ്. പക്ഷേ ഇൻ കേസ് അവൻ മരിച്ചുപോയി, അപ്പൊ എനിക്ക് കൊല്ലണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടത്തി കഴിഞ്ഞാൽ അയാൾക്കുള്ള പണിഷ്മെന്റ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. യെസ്, അയാളുടെ പണിഷ്മെന്റ് എന്താ? അയാൾക്ക് തൂക്കുശിക്ഷയില്ല കേട്ടോ. അയാൾക്ക് ഒന്നുകിൽ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ്, ജീവപര്യന്തം ശിക്ഷിക്കാം, അല്ലെങ്കിൽ 5 വർഷത്തിൽ കുറയാത്ത എന്നാൽ 10 വർഷം വരെയും കൂടാവുന്ന രീതിയിലുള്ള തടവ് ശിക്ഷ കൊടുക്കാം. അതായത് മനഃപൂർവ്വം അല്ലാതെ കൊന്നു കഴിഞ്ഞാൽ 5 കുറയാത്ത തടവ് ശിക്ഷ. 5 വർഷത്തിൽ കുറഞ്ഞ തടവ് ശിക്ഷ കൊടുക്കാൻ പറ്റൂല. 5 കുറയാൻ പാടില്ല, എന്നാൽ 10ലും കൂടാൻ പാടില്ല. അതിന്റെ ഇടയിലുള്ള ഒരു ടേം ഇയർ എന്ത് ചെയ്യാം? തടവ് ശിക്ഷയായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ്, ജീവപര്യന്തം ശിക്ഷിക്കാം. ഇതാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യകൾ നടത്തിയാൽ കിട്ടുന്ന പണിഷ്മെന്റ്. ഇനി ഒരു സംശയം ചോദിക്കട്ടെ. ഞാൻ കൊല്ലാൻ വിചാരിച്ചത് ഖാലിദിനെയാണ്, പക്ഷേ മരിച്ചുപോയത് ആരാണ്? പീറ്ററാണ്. അപ്പൊ കൊല്ലാൻ ഞാൻ വെടിവെച്ചത് ഖാലിദിനെയാണ്, ഖാലിദ് മാറി, അപ്പൊ പീറ്ററാണ് മരിച്ചത്. കോടതിയിൽ പോകുമ്പോ ഞാൻ പറയും, ഞാൻ ഖാലിദിനെ കൊല്ലണം എന്നുള്ള ഒരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല, സോറി, പീറ്ററിനെ കൊല്ലാനുള്ള ഇന്റൻഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെയൊന്നും മാനസികമായിട്ടുള്ള താല്പര്യം ഇല്ലല്ലോ. അതായത് ഞാൻ ഖാലിദിനെ കൊല്ലാൻ ഉദ്ദേശിച്ച് വെടിവെച്ചതാണ്, പക്ഷെ ഖാലിദ് മാറിയപ്പോ പീറ്ററിനിട്ടാ കൊണ്ടത്. പക്ഷെ പീറ്ററിനെ കൊല്ലാൻ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അപ്പൊ കോടതിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റൂല. ട്രാൻസ്ഫർ ഓഫ് മാരീസ് എന്നാണ് അതിനെ പറയുന്നത്, ആ ഒരു കോൺസെപ്റ്റിന്. അതായത് നമ്മൾ ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, തെറ്റ് ചെയ്യാൻ പോകുന്ന ആ തെറ്റ് കിട്ടാൻ, ആ തെറ്റ് ആരിലാണോ വന്ന് ഭവിക്കാൻ പോകുന്നത്, ആ ഇര മാറിപ്പോകുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഭവിഷ്യത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നില്ല. മാലിസ് എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യം ആരിലേക്കാണോ നമ്മൾ അഴിച്ചുവിടുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിൽ കൊള്ളാതെ അത് മാറിപ്പോയി കഴിഞ്ഞാൽ, ഇര മാറിപ്പോയി എന്നതിന്റെ പേരിൽ നമ്മൾ ചെയ്ത തെറ്റിന്റെ ഭവിഷ്യത്ത് ഒരിക്കലും അവിടെ കുറയുന്നില്ല. നമ്മൾ ചെയ്തത് തെറ്റാണ്,
അപ്പോ ഇന്റന്റഡ് ആയിട്ടുള്ള ആൾ മരിച്ചോ മരിച്ചില്ലയോ എന്നൊന്നും കോടതി നോക്കൂല. നമ്മൾ കൊല്ലാനുള്ള ഇന്റൻഷനോട് കൂടിയാണോ വെടിവെച്ചത്, ഏതെങ്കിലും ഒരാൾ മരിച്ചിട്ടുണ്ടോ, എനിക്ക് പണിഷ്മെന്റ് കിട്ടും. ഉദാഹരണത്തിന് ഞാൻ എന്റെ ഫ്രണ്ടിനെ കൊല്ലാൻ വേണ്ടി കുറച്ച് വിഷം കലർത്തി വെച്ചു. നിർഭാഗ്യവശാൽ എന്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടാണ് എടുത്ത് കഴിച്ചത്. ഞാൻ ടേബിളിൽ വെച്ചിട്ട് പോയി. ഞാൻ വിചാരിച്ച് എന്റെ ശത്രു വന്ന് കഴിക്കുമെന്നാണ്. പക്ഷേ പെട്ടെന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് അവനെടുത്ത് കഴിച്ചു. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കൊല്ലണം എന്ന് എനിക്ക് എപ്പോഴെങ്കിലും ആഗ്രഹം ഉണ്ടാവും? ഉണ്ടാവില്ല. പക്ഷെ മരിച്ചത് ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ കോടതി തന്നെ മനഃപൂർവ്വം നരഹത്യക്ക് തന്നെ എന്നെ ശിക്ഷിക്കും. കാരണം ഞാൻ അവിടെ ഏതെങ്കിലും ഒരാളെ കൊല്ലണം എന്നുള്ള ഇന്റൻഷനോട് കൂടിയാണല്ലോ സാധനം വെച്ചത്. ഇര മാറിപ്പോയി എന്നത് മാത്രമല്ലേ, അതിന്റെ പേര് രക്ഷയൊന്നും കിട്ടൂല. കുറ്റം ചെയ്ത ആൾക്ക് പണിഷ്മെന്റ് ഏറ്റെടുക്കേണ്ടി വരും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അബദ്ധവച്ചാൽ മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ആക്സിഡന്റ്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കെ വണ്ടി ഓടിച്ച് ഒരാളെ ഇടിച്ച് തെറിപ്പിച്ച് മരിച്ച്, നമ്മൾ വണ്ടി റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആയിട്ട് വണ്ടി ഓടിച്ചിട്ട് അശ്രദ്ധയോടുകൂടി വണ്ടി ഓടിച്ചിട്ട് ഒരാൾ വണ്ടി ഇടിച്ച് മരിച്ചു. അപ്പൊ പിന്നെ നമുക്ക് എന്ത് പണിഷ്മെന്റ് കിട്ടും? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ്. അതെ, അബദ്ധവച്ചാൽ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ട് അല്ലെങ്കിൽ കാർ ഓടിച്ചു പോയി സ്പീഡിൽ പോയി അങ്ങനെ ഒരാൾ വണ്ടി ഇടിച്ച് മരിച്ചു, അപ്പൊ നമുക്ക് എത്ര ശിക്ഷ കിട്ടും? അങ്ങനെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ 5 വർഷം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കാം, ഒപ്പം ഫൈനും കൊടുക്കേണ്ടി വരും. 5 വർഷം വരെയാണ് കേട്ടോ. അതായത് മനഃപൂർവ്വം അല്ല കൊന്നത്, എന്നാൽ നമ്മുടെ ഭാഗത്ത് നെഗ്ലിജൻസ് സംഭവിച്ചിട്ട് നമ്മൾ സ്പീഡ് വണ്ടി ഓടിച്ചിട്ടാണ് ഒരാളെ ഇടിച്ച് തെറിപ്പിച്ചത്. അങ്ങനെ നമ്മൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ 5 വർഷം വരെയുള്ള തടവ് ശിക്ഷ കിട്ടും. വേറൊരു കാര്യമുണ്ട്, വണ്ടി ഇടിച്ച് തെറിപ്പിച്ച് വണ്ടി നിർത്താതെ പോയി രക്ഷപ്പെട്ട് കളഞ്ഞു. വണ്ടി ഇടിച്ച് തെറിപ്പിച്ച ആൾ ഉടനെ പോലീസിനെ അറിയിക്കണം. പോലീസ് ഒന്ന് നോക്കി അങ്ങനെയാണെങ്കിൽ കോടതി ചിലപ്പോൾ 5 വർഷത്തിൽ താഴെ ശിക്ഷിക്കുള്ളൂ, ചിലപ്പോൾ ചെറിയൊരു ശിക്ഷ എന്ന് വിടും. പക്ഷെ വണ്ടി നിർത്താതെയും കൂടി പോയിട്ടുണ്ടെങ്കിൽ 10 വർഷം വരെയും ശിക്ഷ കിട്ടാവുന്ന ഒരു വകുപ്പാണത്. അത് ശ്രദ്ധിക്കാം. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടുത്തെ മജിസ്ട്രേറ്റിനെയോ പോലീസിനെയോ വിവരം അറിയിക്കുക, ഇതുപോലെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഹോസ്പിറ്റൽസിൽ എത്തിക്കുക. അത് ചെയ്യാതെ വണ്ടി നിർത്താതെ പോയിട്ട് പിന്നീട് പോലീസ് എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ 10 വർഷം വരെയുള്ള ശിക്ഷ ലഭിക്കുന്നതാണ്. അപ്പൊ 5ഉം 10 തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാം. കൊലപാതക ശ്രമം നടത്തിയാലുള്ള ശിക്ഷ എന്താ? അറ്റംപ്റ്റ് ടു മർഡർ. കൊലപാതക ശ്രമം നടത്തി, അതായത് വെടിവെച്ചു, ആള് മരിച്ചില്ല, ആള് ഹോസ്പിറ്റലിൽ പോയി എങ്ങനെയും രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ അവിടെ കൊന്നിട്ടില്ല, കൊലപാതക ശ്രമം നടത്തി, കൊല്ലാൻ വേണ്ടിയാണല്ലോ വെടിവെച്ചത്. അപ്പൊ ഇൻ ദിസ് ഇൻസ്റ്റൻസ് എനിക്ക് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ് 10 വർഷം വരെയും നീണ്ടു പോകുന്ന പണിഷ്മെന്റ് എനിക്ക് കിട്ടാം. 10 വർഷം വരെയും കോടതിക്ക് തീരുമാനിക്കാം. ഞാൻ വെടിവെച്ചിട്ട് അവനക്ക് നല്ല രീതിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും മാസം ജയിലിൽ കിടക്കാൻ എൻ്റെ അടുത്ത് പറയും, നല്ലൊരു എമൗണ്ട് ഓഫ് മന്ത്. അല്ലെങ്കിൽ ഒന്നും പറ്റിയിട്ടില്ല, ഞാൻ വെടിവെച്ചപ്പോ മാറിക്കളഞ്ഞു, അവനക്ക് വെടി പോലും കൊണ്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ആകുമ്പോൾ ഒന്നും പറ്റിയിട്ടില്ല ഓപ്പോസിറ്റ് പാർട്ടിക്ക്. അപ്പൊ കോടതി ചിലപ്പോൾ പറയും 3 വർഷം 4 വർഷം കിടന്നാൽ മതി എന്ന് പറയും. അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഓരോ സിറ്റുവേഷനും സാഹചര്യവും മനസ്സിലാക്കിയിട്ട് കോടതി തീരുമാനിക്കും എത്ര 10 താഴെ എത്ര വർഷം കിടക്കണം എന്നുള്ളത്. അപ്പൊ കൊലപാതക ശ്രമം നടത്തുന്ന ആളുകൾക്ക് 10 വർഷം വരെയും അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. യെസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി. ഇന്ന് നമ്മൾ 5ാമത്തെ ചാപ്റ്റർ ആണ് നോക്കിയത്. നമ്മൾ ഇതിനോടകം 5 ചാപ്റ്റർ നോക്കി കഴിഞ്ഞു. 1ാമത്തെ ചാപ്റ്ററിൽ പ്രിലിമിനറി മാറ്റേഴ്സ്, ഡെഫിനിഷനും കാര്യങ്ങളും നോക്കി. 2ാമത്തെ ചാപ്റ്ററിൽ പണിഷ്മെന്റ് നോക്കി. 3ാമത്തെ ചാപ്റ്ററിൽ അബറ്റ്മെന്റ്, ക്രിമിനൽ കോൺസ്പിറസി, അതേപോലെ തന്നെ അറ്റംപ്റ്റ് അത് നോക്കി. 4ാമത്തെ ചാപ്റ്ററിൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് വിമൺ ആൻഡ് ചൈൽഡ് എന്ന ടോപ്പിക് നോക്കി. 5ാമത്തതിൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിന് എതിരെ ചെയ്യാൻ പറ്റുന്ന ഒഫൻസുകൾ, അതിൽ കൊലപാതകവും മനഃപൂർവ്വം ചെയ്യുന്ന കൊലപാതകവും മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്ന നരഹത്യയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനിയും ടോപ്പിക്കുകൾ ഉണ്ട്, ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ശരി.